കേരള കാർഷിക വിത്ത് ഗവേഷണ കേന്ദ്രമായിട്ടുള്ള മുണ്ടേരിയിലെ തലപ്പാലിയിലുള്ള മനോഹരമായിട്ടുള്ള പൂന്തോട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എല്ലാവർക്കും ട്രാവൽ വിത്ത് ലത്തീഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 1500 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു തോട്ടമാണിത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വിത്തുൽപാദന കേന്ദ്രം കൂടിയാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫായിട്ടുള്ള റിജോ സാറ് നമ്മളെ കൂടെ ഉണ്ട്. സാറോട് നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് വിത്തുൽപാദന കേന്ദ്രമാണ്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് നമ്മുടെ തെങ്ങും വിവിധ തെങ്ങും തൈകളും ഇതൊക്കെ ഉണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ മാവ് ഗ്രാഫ്റ്റിംഗ് ലയറിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ മാവ്, സപ്പോട്ട, പേരയ്ക്ക അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഈ ഉത്സവം മേള നിറവിന്റെ ഭാഗമായിട്ടാണ് ഈ പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതിന്റെ തൈകളും ഇതൊക്കെ സ്റ്റാളും അപ്പുറത്തുണ്ട്. 9 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പൂന്തോട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വളരെ ഭംഗിയുള്ള, ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് സീനിയ തോട്ടമായിരുന്നു, ഇപ്പോൾ അത് മല്ലിക തോട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് പൂക്കൾ, അതുപോലെ തന്നെ ഒരുപാട് ആളുകളാണ് ഇവിടെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒട്ടനവധി തോട്ടങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞു 1500 ഏക്കറിൽ അധികം സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. കേരളത്തിലെ തന്നെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കൃഷിത്തോട്ട ഗവേഷണ കേന്ദ്രം കൂടിയാണ് ഇത്. നിറവ് 2025-ന്റെ ഭാഗമായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാനും അവർക്ക് വേണ്ടി ഭക്ഷണം അന്ന് ഒരുക്കുന്നതിനാണ് ഞങ്ങൾ ഈ ഫുഡ് കോർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ കുട്ടികൾക്കായി ഊഞ്ഞാലുകളും ഒരു കിളിക്കൂട്, അതുപോലെ തോണി, യന്ത്രത്തോണി എന്നിവ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇത് വന്ന് ഉല്ലസിച്ചു പോയി. ഒരു 9 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയാണ്. ഇന്ന് മിനിസ്റ്റർ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ എല്ലാ ദിവസങ്ങളും ഇത് ഞങ്ങൾ 2 വർഷമായിട്ടാണ് ഈ നിറവ് തുടങ്ങിയത്, 2024-25. ഇനി വരും വർഷങ്ങളിൽ ഇതിലും കൂടുതൽ വിപുലമായ പരിപാടികളോടെ ഞങ്ങൾ ഈ നിറവ് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ശേഷം ആരംഭിക്കാൻ പോവുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണിപ്പോൾ. ഇത് കഴിഞ്ഞാലും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. പ്രകൃതി അറിയാനും തൊട്ടറിയാനും കൃഷിയെപ്പറ്റി അറിയുന്നതിനും ഒരുപാട് ആളുകൾ ഈ ഫാം സന്ദർശിക്കാറുണ്ട്. അപ്പോൾ സഞ്ചാരികളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള മുള കൊണ്ട് നിർമ്മിച്ചൊരു ഊഞ്ഞാലാണ്. അപ്പോൾ ഒരു നല്ല രസമാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ മേള നടക്കുകയാണ്, കൃഷിമേള നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നിവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിത്തുൽപാദന കേന്ദ്രമായിട്ടുള്ള ഇത് നമ്മുടെ സ്വന്തം മലപ്പുറത്തുള്ള നിലമ്പൂരിലാണ്. അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെടികളും തൈകളും ഇവിടെ കുറഞ്ഞ റേറ്റിൽ തന്നെ, നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ഇവിടെ കുറഞ്ഞ റേറ്റിൽ തന്നെ വിപണനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് വരാം. 2025 നിറവ് കാർഷിക വിപണന മേളയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച സ്റ്റാളുകളാണ് ഇതിലെ
ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ ചെടി ഐറ്റംസ് ആണ്, പിന്നെ കുരുമുളക് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ജമന്തി വെള്ള മഞ്ഞ, പിന്നെ ആസ്ട്ര ജമന്തി വെള്ള, പിന്നെ മെഡിസിൻ തൈകളുണ്ട്. പിന്നെ ഇതന്നെ കുരുമുളകിൻ്റെ തന്നെ നമ്മൾ 6 ഐറ്റംസ് കുരുമുളക് പതി വെച്ചുണ്ടാക്കുന്നതാണ്, പതി വെച്ചുണ്ടാക്കുന്ന തൈകളാണിത്. പിന്നെ കോവലുണ്ട്, പിന്നെ നമ്മളെ മെഡിസിൻ തൈകൾ തിപ്പല്ലി, കറിവേപ്പ്, ആര്യവേപ്പ്, ദന്തപാല, ആടലോടകം, പനിക്കൂർക്ക. ഇത് ജമന്തി പതി വെച്ചുണ്ടാക്കുന്ന തൈകളാണ്. ഇതിന് കൂടുതൽ ഇതിൻ്റെ ചോക്കിന് വലുപ്പം കൂടുതലുള്ള, പിന്നെ ഇതിൻ്റെ കരു വലുതായിരിക്കും. പതി വെച്ച് ഒരു ഗ്രോ ബാഗിൽ നിന്ന് മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ കവറിലേക്ക് പാസ് ചെയ്തിട്ട് പതി വെച്ച് നമ്മൾ എങ്ങനെയാണ് മരത്തുമ്മ കയറുന്നത് അത് കവറിലൂടെ പാസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. സാറേ, ഇത് മധുരക്കിഴങ്ങ് ശർക്കര കിഴങ്ങ് എന്ന് പറയും, 2 ഐറ്റത്തിൽ പറയും. ഇത് മധുരക്കിഴങ്ങ് ശർക്കര കിഴങ്ങ് ഈ വണ്ണുണ്ടാവും. ഇത് ഒരു 3 മാസമാണ് ഇതിന്റെ കാലാവധി, 3 മാസം ഇതിന്റെ കാലാവധി. പിന്നെ ഇത് കാന്താരി, വെള്ള കാന്താരിയാണ്, കാന്താരി വെള്ള. അത് ഹൈബ്രിഡ് മത്തൻ, ഇത് ഹൈബ്രിഡ് മത്തൻ, ഹൈബ്രിഡ് മത്തൻ. പിന്നെ ഇത് പുതിന എന്നറിയും. ഇതെല്ലാം ഓരോ ഐറ്റത്തിനും 10 രൂപയാണ് വില ഇവിടെ ഈ സ്റ്റാളിൽ. നമ്മൾ ഗവൺമെന്റ് സ്റ്റാളാണ്, 10 രൂപയാണ് എല്ലാ ഐറ്റത്തിനും, ഓരോന്നിനും 10 രൂപ.